മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ച് വീണ്ടും ആക്ടിംഗ് പ്രതിപക്ഷ നേതാവ് മാത്യു കുഴൽനാടൻ. പിണറായി വിജയൻ നീണ്ട 7 മാസങ്ങൾക്ക് ശേഷം നിപ്പയുടെ പശ്ചാത്തലത്തിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ മാസപ്പടി വിവാദത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടായപ്പോൾ ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ഓർഡറിൽ പരാമർശിക്കുന്ന PV താനല്ല, ഈ രാജ്യത്ത് എത്രയോ PVമാരുണ്ട് എന്ന് പറഞ്ഞ് തടിയൂരി രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡർ റെഫറൻസിൽ PV എന്നത് നേരെ പിണറായി വിജയൻ എന്ന് വ്യക്തമായി എഴുതിയിരിക്കുന്നത് പത്രസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി PV എന്നാൽ പിണറായി വിജയൻ തന്നെയാണെന്നും അല്ലെന്ന് തെളിയിച്ചാൽ താൻ MLA സ്ഥാനം രാജിവെക്കാമെന്നും ഊന്നി പറഞ്ഞുകൊണ്ട് കുഴൽനാടൻ വീണ്ടും രംഗത്ത് വന്നതോടെ പിണറായിയും CPM വൃത്തങ്ങളും കടുത്ത സമ്മർദ്ദത്തിലേക്ക് കൂപ്പുകുത്തി വീണിരിക്കുകയാണ്. വീണയുടെ എക്സാലോജിക്കും CMRലും തമ്മിലുള്ള ഇടപാടുകൾ ബാങ്ക് മുഖാന്തരം നടന്നതിനാൽ അത് സുതാര്യമാണെന്ന പിണറായിയുടെ പൊള്ളയായ വാദത്തെ പൊളിച്ചടുക്കിയ കുഴൽനാടൻ ബാങ്ക് മുഖാന്തരം നടക്കുന്ന ഇടപാടുകളെല്ലാം സുതാര്യവും അഴിമതിരഹിതവുമാണെന്ന പിണറായിയുടെ വാദം സമർത്ഥമായ കബളിപ്പിക്കൽ ശ്രമമാണെന്ന് തെളിവുകൾ സഹിതം എടുത്തുകാട്ടിയിരിക്കുന്നു. മകൾ പണിയെടുക്കാതെ ഓസിൽ വാങ്ങിയ 1.25 കോടി രൂപ ഒന്നുകിൽ CMRലിന്റെ ഭിക്ഷയാണെന്നും അല്ലെങ്കിൽ അത് കേരള മുഖ്യമന്ത്രിയുടെ മകളെന്ന ഐഡന്റിറ്റി ഉപയോഗിച്ച് വാങ്ങിയ അനർഹമായ പണം തന്നെയാണെന്നും പറഞ്ഞ കുഴൽനാടൻ ID ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് BJPയുടെ വക്താക്കളായതുകൊണ്ടാണ് തൻ്റെ പേര് മാസപ്പടി കേസിലേക്ക് വലിച്ചിഴച്ചതെന്ന് പറഞ്ഞ് രാഷ്ട്രീയം കളിക്കാൻ ശ്രമിച്ച പിണറായിയുടെ ശ്രമത്തെ വലിച്ചു കീറിയിരിക്കുകയാണ്. പിണറായിയുടെ രാഷ്ട്രീയ എതിരാളികളെ കേസെടുത്ത് ഒതുക്കാമെന്നത് പിണറായിയുടെ വ്യാമോഹം മാത്രമാണെന്നും തനിക്ക് എതിരെയുള്ള വിജിലൻസ് അന്വേഷണം അടക്കം ഏതുതരം അന്വേഷണത്തെയും താൻ സ്വാഗതം ചെയ്യുന്നുവെന്നും പറഞ്ഞുകൊണ്ട് പിണറായിയുടെ അവസാനത്തെ ഭീഷണിയെയും കുഴൽനാടൻ പൊളിച്ച് അടുക്കിയിരിക്കുകയാണ്. എന്തായാലും 7 മാസത്തിന് ശേഷം പേരിന് ഒരു പത്രസമ്മേളനം നടത്തി ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരെ വിരട്ടിയോടിച്ച് ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി പറയാതെ മുങ്ങിയ പിണറായിയോട് അക്കമിട്ട് ചോദ്യങ്ങൾ ചോദിച്ച മാത്യു കുഴൽനാടൻ താൻ തന്നെയാണ് കേരളത്തിലെ ആക്ടിംഗ് പ്രതിപക്ഷ നേതാവ് എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്.